ഹലോ വ്യൂവേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ടെസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിയും പോളിയാണ് കേട്ടോ. ഇതിന് നമ്മൾ ബീഫും കപ്പയും എന്ന് പറയാറുണ്ട്, അതുപോലെ തന്നെ കൊള്ളിയും ബീഫും എന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇതിനെ ഇറച്ചിയും പോളി എന്നാണ് പറയാറ്. നമ്മൾ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഒട്ടുമിക്ക മുസ്ലിംസിൻ്റെ വീട്ടിലും ബീഫ് വാങ്ങിക്കും. അന്ന് അതിൽ നിന്നും കുറച്ച് എല്ല് കഷ്ണങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഈവനിങ് നമ്മൾ കട്ടൻ ചായയിലേക്ക് ഈ ഒരു ഇറച്ചിയും പോളിയും തയ്യാറാക്കും. മിക്ക വീടുകളിലും ചെയ്യുന്നത് തന്നെ ആയിരിക്കും ഇത്. എന്തായാലും നമ്മുടെ വീട്ടിലൊക്കെ വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം ഈ ഒരു ഇറച്ചിയും പോളിയും തയ്യാറാക്കും. അത് നമ്മുടെ വീട്ടിൽ വല്യമ്മമാർ വിറകടുപ്പിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ സ്റ്റൗ ടോപ്പിൽ കുക്കറിലൊന്നും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മളിന്ന് ചെയ്യുന്നത് ഈ ഒരു ഇറച്ചിയും പോളിയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണില്ലേ, അത് പ്രസ് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുള്ളൂ. അങ്ങനെ നിങ്ങൾ ആ ഒരു നോട്ടിഫിക്കേഷൻ സെറ്റിങ്സ് ചെയ്യുന്ന സമയത്ത് ആ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് ഉണ്ടാവും. അതിലേറ്റവും ടോപ്പിൽ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് മിസ്സാവാണ്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഈ ഒരു ഇറച്ചിയും പോളി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കുക. നമുക്കിപ്പോൾ ഇവിടെ വിറകടുപ്പ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് എന്തായാലും ഇന്ന് സ്റ്റൗവിൽ പ്രഷർ കുക്കറിലാണ് ബീഫൊക്കെ വേവിച്ചെടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ വിറകടുപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ ബീഫും അതുപോലെ തന്നെ കപ്പയൊക്കെ നമ്മുടെ വിറകടുപ്പിൽ മൺകലത്തിലൊക്കെ ചെയ്തിട്ട് നോക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ്. അതൊന്നും ഇതിന് കിട്ടില്ല. അപ്പോൾ എന്നാലും ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തിപ്പം എല്ലൊക്കെ കുറച്ച് കുറവാണ്. നമ്മൾ ഈ ഒരു ഇറച്ചിയും പുളിക്കും കൂടുതലും എല്ലുള്ള കഷ്ണങ്ങളായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എനിക്ക് കിട്ടിയ ബീഫിൽ കുറച്ച് മാത്രമേ ഉള്ളൂ എല്ലൊക്കെ. അപ്പോൾ ആ എല്ലാം ബീഫ് 1 കിലോ ബീഫ് ഞാൻ വേവിച്ചെടുക്കുകയാണ്. ഇതിൽ നിന്നും പകുതി എടുത്തിട്ടേ ഞാൻ നമ്മുടെ കപ്പയുടെ കൂടെ മിക്സ് ചെയ്യുന്നുള്ളൂ. എന്തായാലും വേവിക്കുമ്പോൾ 1 കിലോ ബീഫ് ആണ് ഞാൻ വേവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 1 കിലോ ആണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു കറക്റ്റ് ക്വാണ്ടിറ്റി ഫോളോ ചെയ്താൽ മതി. മസാലപ്പൊടികളൊക്കെ 1/2 കിലോ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് പകുതി എടുത്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബീഫ് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത നമുക്ക് ഈ ഒരു ബീഫിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ വലിയ ജീരകം, അതുപോലെ ഒരു 4 അല്ലി വെളുത്തുള്ളി, അത്യാവശ്യം കുറച്ച് സൈസുള്ള വെളുത്തുള്ളിയാണ്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് 3ഉം കൂടെ ഞാൻ നന്നാക്കി പേസ്റ്റ് ആക്കിയതാണ് ചേർത്തിട്ടുള്ളത്. ഏകദേശം 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇങ്ങനെ നിങ്ങൾ പേസ്റ്റ് ആക്കുന്ന സമയത്ത് നമ്മുടെ ചെറിയുള്ളിയുണ്ടല്ലോ, കൊച്ചുള്ളി, ഷാലറ്റ്സ്, അത് ഒരു 5 അല്ലി അതുകൂടെ ചേർത്തിട്ട് വേണം നിങ്ങളത് പേസ്റ്റ് ആക്കാൻ. ഞാൻ സാധാരണ ചേർക്കാറുള്ളതാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ ഈ ഒരു ബീഫ് കിട്ടിയ സമയത്ത് താഴെയുള്ള സ്റ്റോറിൽ ചെന്ന് നോക്കുമ്പം ചെറിയുള്ളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് വേണം കേട്ടോ പേസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അതെന്തായാലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി ചേർക്കണം. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതിപ്പോൾ നന്നായിട്ട് എരിവുള്ള മുളക് പൊടി തന്നെയാണ്. നിങ്ങൾക്ക് എരിവ് എങ്ങനെയാണോ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ കംപ്ലീറ്റും നമ്മുടെ മല്ലിപ്പൊടി കൂടെ എടുത്തിട്ടുണ്ട്. ബീഫിലാവുമ്പോൾ നമ്മൾ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കാം. പിന്നെ നമുക്ക് കുറച്ചുകൂടെ എരിവിന് വേണ്ടിയിട്ട് നമ്മുടെ കുരുമുളകിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. എരിവിന് ചേർക്കുന്നതൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണോ ടേസ്റ്റ് ഇഷ്ടം അതനുസരിച്ചിട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് കൊടുക്കാം. ഇനി ഞാനതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞിട്ട് ചേർക്കാറുണ്ട്. സാധാരണ നമ്മുടെ വീട്ടിൽ വലിയമ്മ ചെയ്യുമ്പോൾ ഇങ്ങനെ നാരങ്ങ നീരൊന്നും ഒഴിക്കാറൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഞാനിങ്ങനെ ബീഫിലാണെങ്കിലും അതുപോലെ തന്നെ ഈ ചിക്കനിലൊക്കെ ഈ നാരങ്ങ നീര് ഒഴിച്ച് അങ്ങനെ ശീലിച്ചു പോയി. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാൻ കേട്ടോ. നമ്മളിപ്പോൾ ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ലത് മസാല കംപ്ലീറ്റ് പിടിച്ച് കിട്ടാൻ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ നല്ലപോലെ കൈ വെച്ചിട്ട് ഇത് തിരുമ്മി എടുക്കാമെന്ന് പറയില്ല, അതുപോലെ തന്നെ ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ബീഫ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട. ബീഫിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ ഒരിത്തിരി വെള്ളം നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടുള്ള ഈ ഒരു മസാലപ്പൊടികളുണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് തന്നെ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒരിത്തിരി വെള്ളം, ഒരു 1/4 കപ്പും ഇല്ല, അതിലും കുറവാണ്, അത് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാം. ഇനി വീണ്ടും നമ്മുടെ കയ്യിൽ മസാലപ്പൊടികൾ ആക്കേണ്ട കാര്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഈ ഒരു ബീഫിന് ഒരു 5 വിസിൽ വരെ വേണം. നമ്മൾ എടുക്കുന്ന ബീഫിൻ്റെ മൂപ്പ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഒത്തിരി എല്ലൊക്കെ ഉള്ള ബീഫാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കുറച്ചധികം ടൈം തന്നെ കുക്ക് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ എന്തായാലും ഒരു 5 വിസിൽ മതിയാകും. അപ്പോൾ നമുക്കൊരു 5 വിസിൽ വരുന്നവരെ ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. വേറെ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള കപ്പ, അതായത് പൂള വേവിച്ചിട്ട് എടുക്കണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ തന്നെ പൂള വേവിച്ചിട്ട് എടുക്കാം. ഞാൻ എന്തായാലും സെപ്പറേറ്റ് ഒരു പാത്രത്തിലാണ് വേവിക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൂളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. നമ്മുടെ ആ ഒരു കപ്പയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്, നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണൊന്നും വേണ്ട, അതിൽ കുറവ് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കപ്പ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ് ആയിട്ടുള്ള കപ്പയാണ്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ മാറ്റി വാഷ് ചെയ്തിട്ട് വെച്ചതാണ്. ഈ ഒരു കപ്പ എനിക്ക് നാട്ടിൽ നിന്നും കൊടുത്തയച്ചിലാണ്. നമ്മുടെ പാടത്ത് തന്നെ ഉണ്ടായിട്ടുള്ള നല്ല പൊടിയുള്ള കപ്പയാണ്. ആര് വരുമ്പോഴും അവർ കൊടുത്തു വിടും. ഇതുപോലെ കപ്പ മണ്ണൊന്നും കളയാണ്ട് അങ്ങനെ കൊടുത്തു വിടും. അതാകുമ്പോൾ നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാലും ഒരു കുഴപ്പവും കാണില്ല, മണ്ണ് കളയാണ്ട് കൊടുത്തയച്ച് കഴിഞ്ഞാൽ. എന്തായാലും ഈ ഒരു കപ്പ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കാം. കുക്കറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കപ്പ വേവിച്ചിട്ടെടുക്കാം. പക്ഷേ ഞാനെപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ തുറന്ന പാത്രത്തിൽ വെച്ചിട്ടാണ് കപ്പ വേവിച്ചെടുക്കാറ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഒരു കുക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കാൻ പാകത്തിന് കുക്കായിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക, വെള്ളം നന്നായിട്ടൊക്കെ തിളക്കുമ്പം ഒരു കപ്പൊന്ന് ഉടച്ചിട്ട് നോക്കുക. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങനെ നമ്മളൊരു സ്പൂൺ വെച്ചിട്ടോ തവി വെച്ചിട്ടോ ഒക്കെ ഒന്ന് കുത്തി കൊടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇറച്ചിയും പുളിയിലേക്കുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കും. കുറച്ച് ഹാർഡായിട്ടാണ് ഇരിക്കുന്നതിൽ കുറച്ചും കൂടെ ടൈം കുക്ക് ചെയ്യണം. പിന്നെ പല പൂളക്കും പല ടൈമായിരിക്കും, അതുകൊണ്ട് കറക്റ്റ് ടൈം പറയുന്നില്ല. നിങ്ങളിതുപോലെ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോഴൊക്കെ കുക്കറിൽ ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. അതാകുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് വെന്തോന്നുള്ളത് എന്താ പറയുക, പ്രഷറിലാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. ഇതുപോലെ തുറന്ന് വെച്ചിട്ട് പാത്രമാകുമ്പോൾ നമുക്കിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ നോക്കാം. കപ്പ കഴിക്കുമ്പം ഇപ്പോൾ നെഞ്ചിരിച്ചിൽ വയറിനൊക്കെ വേദനയൊക്കെ കൂടുതലായിട്ടും ഉള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു കപ്പ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരു 3/4 ഭാഗത്തോളം വേവായതിനു ശേഷം ഈ വെള്ളം അങ്ങോട്ട് മാറ്റിയിട്ട് കുറച്ച് വേറെ വെള്ളം എടുത്ത് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ കപ്പ ചേർത്തി പിന്നെ നമുക്ക് ബാക്കി കംപ്ലീറ്റ് ആയിട്ടും വേവിച്ചിട്ട് എടുക്കാം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂടുതലും വയറിന് വേദന പ്രശ്നങ്ങളൊക്കെ കപ്പ കഴിക്കുമ്പോൾ ഉണ്ടാവുന്നവർക്ക് അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. ഇതിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, നമുക്ക് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ എന്തായാലും ഇത് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും ഇത് ഊറ്റിയെടുത്തിട്ട് മാറ്റി വെക്കാം. ഈ ഒരു ചൂട് വെള്ളത്തിൽ തന്നെ ഇത് ഇട്ട് അങ്ങനെ വെക്കരുത്, ഉടനെ തന്നെ ഊറ്റി വെക്കണം. ഇതൊരു ഭാഗത്ത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ ഊറ്റിയെടുത്തിട്ട്. അപ്പോൾ നമ്മുടെ ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. 5 വിസിൽ വന്ന് സ്റ്റീം പോയതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബീഫ് അത്യാവശ്യം മൂപ്പുള്ള ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ ടൈം കുക്ക് ചെയ്യേണ്ടി വരും. ഇളയ ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1-2 വിസിൽ മതിയാവും കേട്ടോ. നിങ്ങൾ എടുക്കുന്ന ബീഫിനനുസരിച്ചിട്ട് നിങ്ങൾ കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതിൽ നിന്നിപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു ഭാഗത്ത് മാറ്റി വെക്കാം. നമ്മുടെ ചൂടോട് കൂടിയിട്ട് നമ്മുടെ കപ്പയും ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട് കൂടെ എടുക്കണം. അപ്പോൾ നമുക്ക് ഒരു ബൗളിലിട്ടിട്ട് നന്നായിട്ട് വേണമെങ്കിൽ ഉടച്ചെടുക്കാം, അതല്ലെങ്കിൽ നമ്മൾ പൂളയുടെ കൂടെ ഒന്ന് മിക്സ് ചെയ്യുമ്പം ഉടച്ചെടുത്താലും മതി. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് അടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഇവിടെ സ്റ്റോവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചേ ചേർക്കാം. ഇതിൻ്റെ കൂടെ നമ്മുടെ ചെറിയുള്ളി കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 4 അല്ലി വെളുത്തുള്ളി പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയാണ് ഈ ചതച്ചെടുത്തിട്ടുള്ളത്. ഇത് പേസ്റ്റ് ആക്കണ്ട, ചതച്ചെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അത് നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് അതൊന്ന് സോട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇത് വഴറ്റിയിട്ട് എടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പിലയും കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ചെറിയ സവാള നന്നായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. അതുകൂടെ ഒന്ന് തിരുമ്മിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഈ ഒരു സവാള നമുക്കൊന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ഒരു 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് വഴറ്റിയിട്ട് എടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്നൊന്ന് വഴറ്റി ഒന്ന് കുഴഞ്ഞ് ഒരു കളറൊക്കെ ഒന്ന് മാറിയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ പൂളയിലും അതുപോലെ തന്നെ ബീഫിലും എല്ലാം തന്നെ ഉപ്പുള്ളതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ആലോചിച്ചിട്ടൊക്കെ വേണം നമ്മൾ ഉപ്പ് ചേർക്കാൻ. ഒത്തിരി അങ്ങോട്ട് കോരിയിടണ്ട, ഒരു നുള്ളി ചേർത്തിയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സവാളയും തന്നെ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് കൂടെ ഞാൻ ഒരു 2 പച്ചമുളകും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. നമ്മുടെ എരിവൊക്കെ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. നമ്മളിപ്പം ബീഫൊക്കെ വേവിച്ച സമയത്ത് അതിനകത്തും പച്ചമുളകൊക്കെ ചേർക്കുന്നവരാണെങ്കിൽ പിന്നെ ഇവിടെ പച്ചമുളകൊന്നും ചേർക്കേണ്ടതില്ല. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ആ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ ബാലൻസ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ബീഫാണ് ചേർക്കാനുള്ളത്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫിൽ നിന്നും ഞാനൊരു 1/4 ഭാഗം മാത്രമേ ഇതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. അതിലേക്കുള്ള കപ്പയും മാത്രമേ ഞാൻ ഇപ്പോൾ മിക്സ് ചെയ്ത് കാണിക്കുന്നുള്ളൂ. ബാക്കി ഞാൻ പിന്നെയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ബീഫിൽ നിന്നും ഒരു 1/4 ഭാഗത്തോളം ബീഫ് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആ ഒരു കറി ഉണ്ടല്ലോ,
കുക്കറിനകത്തുള്ള വന്നിട്ടുള്ള ചാറ് അതുകൂടെ ചേർക്കണം. ആ ചാറ് കുറച്ച് കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് ആക്ച്വലി ആ കപ്പയും ബീഫും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഈ ഒരു സവാളയുടെ മിക്സായിട്ട് ഒന്ന് നന്നാക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പൂള ചേർത്ത് കൊടുക്കാം, അതായത് കപ്പ. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാനിപ്പോൾ വേവിച്ചെടുത്തിട്ടുള്ള കംപ്ലീറ്റ് മിക്സ് ചെയ്തിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അതിലൊന്നും ഒരു കാൽഭാഗം മാത്രമേ ഞാനിവിടെ മിക്സ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പം ഈ ഒരു പൂള കുറച്ചും കൂടെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൂള നന്നായിട്ട് ഉടഞ്ഞ് ഈ ഒരു ബീഫിൻ്റെ കൂടെ എന്താ പറയുക നന്നായിട്ട് മിക്സായി കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ആ ചൂടോട് കൂടിയിട്ട് പൂള നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ബീഫിലേക്ക് ചേർത്തിയാൽ മതി. ഞാനിപ്പം ആദ്യം കുറച്ചേ ഉടച്ചെടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ബീഫിൻ്റെ കൂടെ ചേർത്തിട്ടാണ് ഉടച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ബീഫ് കുക്കറിലുണ്ടല്ലോ കുറച്ചും കൂടെ ചാറ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ ഒരു ചാറ് കുറച്ച് കൂടുതൽ വരുമ്പോഴാണ് നന്നായിട്ട് ആ ഒരു ബീഫിൻ്റെ ടേസ്റ്റ് കിട്ടുക. അതായത് ഇപ്പോൾ ആ ഒരു ബീഫിൻ്റെ ടേസ്റ്റ് കൂടുതലും ആ ഒരു കറിയിലായിരിക്കും. അപ്പം അതിൽ നിന്നും കുറച്ച് കൂടുതൽ തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ കറിവേപ്പില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇറച്ചിയും പോളിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് പോർഷൻ മാത്രം മിക്സ് ചെയ്തതിലേക്കുള്ള സവാളയും കാര്യങ്ങളും മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കംപ്ലീറ്റ് മിക്സ് ചെയ്യുമ്പം അതിനനുസരിച്ചിട്ടുള്ള സവാളയും മസാലപ്പൊടിയും ഒക്കെ മഞ്ഞൾപ്പൊടിയും പച്ചമുളകൊക്കെ തന്നെ നിങ്ങൾ കൂടുതൽ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇറച്ചിയും പുളിയൊന്നും ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈവനിങ് നമ്മുടെ കട്ടൻ ചായയുടെ കൂടെ ചൂടോട് കൂടിയിട്ട് ഈ ഒരു ഇറച്ചിയും പുളിയും ഒന്ന് കഴിച്ചിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന് കട്ടൻ ചായയുടെ കൂടെ കഴിക്കുമ്പം പ്രത്യേകിച്ച്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടെ കൊടുക്കുക. അപ്പോൾ ഇനി വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.